ഈ സിങ്കിൻ്റെ സൈഡ് ഉണ്ടല്ലോ അപ്പോൾ അടുക്കാതെ നമ്മൾ എങ്ങനെ ടൈൽ ഒട്ടിക്കുന്നു ഇപ്പോൾ കാണിച്ചു തരാം. 4.5 ഒരു ഒറ്റ ഷീറ്റാണ് നമ്മുടെ അടുത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ 20 സെൻറ്റിൻ്റെ 3 പീസാക്കി മുറിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കട്ട കൊടുത്താലേ അപ്പോൾ ഇഷ്ടികയായാലും കട്ടായാലും നമ്മൾ ആ 2 ഇഞ്ച് സ്പേസ് ഉൾവശം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കട്ട കൊടുക്കാതെ ഈ ഗ്രില്ലുമ്മയ്ക്ക് ഗ്രാനൈറ്റിൻ്റെ പീസ് ചാരാന്നുള്ളൊരു ഉദ്ദേശം കേട്ടോ. ഗ്രാനൈറ്റ് നമ്മൾ തേക്കാൻ എടുത്തിട്ടുള്ളത് ഗം തന്നെയാണ് കേട്ടോ. ഗമ്മാകുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ തേപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് മട്ടൊക്കെ തിരിക്കാൻ പെട്ടെന്നുണ്ട്. നല്ലൊരു റൈറ്റ് ആംഗിളിൻ്റെ ഒരു പീസ് എടുത്ത് അവിടെ വെച്ചാൽ സംഭവം സെറ്റായിരുന്നോളും. ഇങ്ങനെ 3 ഭാഗം നമുക്ക് ചെയ്യാണ്ട് അപ്പോൾ നമ്മളൊരു ഭാഗം ചെയ്തിട്ടുണ്ട്, 3 ഭാഗം ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ആട്ടത് നമ്മൾ ആ ഗ്രില്ലിൻ്റെ അകത്ത് വെച്ച ഗ്രാനൈറ്റിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ പരുക്കനൊക്കെ തേച്ച് സെറ്റാക്കി നിർത്തിയാണ്, ഫിനിഷിങ് ആയിട്ടില്ല. കുറച്ച് കണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യം പരുക്കം തേച്ചിട്ടതാണ്. അപ്പോൾ അങ്ങനെ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 വശത്തുള്ള കട്ടേൻ്റെ ആ സ്പേസ് ഉണ്ടല്ലോ അത് നമുക്ക് ഉള്ളിൽ തന്നെ ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഗ്രാനൈറ്റിൻ്റെ ആ ഒരു തിക്നെസ് മാത്രമേ നമുക്കവിടെ പോയിട്ടുള്ളൂ.